പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുകയാണ്. ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണം തടയാൻ കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ഇറാനിൻ്റെ മിസൈൽ അറ്റാക്കിൽ ഇസ്രയേൽ ഒന്നും നടുങ്ങിയെന്നുള്ള കാര്യം അതിൽ സംശയമില്ല. ഇസ്രയേലിലേക്ക് 200 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. എന്നാൽ ആൾനാശം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ബങ്കറുകൾ ഒളിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു ആളുകളെ. അതുകൊണ്ട് ആളുകൾക്ക് നാശം ഉണ്ടാകാത്തത് ഇറാന് ടെൻഷനായി തോന്നുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ് അഗെയിൻ. പി ജെയിംസ് അതിരാവിലെ വരുന്നു എന്നൊക്കെ നേരത്തെ വന്നപ്പോൾ പ്രേക്ഷകർ ചോദിച്ചായിരുന്നു. തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കും. ഈയിടെയായിട്ട് ഉറക്കമൊന്നും കിട്ടുന്നില്ല കാര്യമായിട്ടല്ലേ? ഇന്നലെ രാത്രി ഒരു 2 മണി 3 മണി വരെ കാത്തിരുന്നു. കാരണം ഇസ്രായേൽ പറഞ്ഞത് ഇന്നലെ ഞങ്ങൾ ഉടൻ തിരിച്ചടിക്കുമെന്നാണ് അവരുടെ സ്പോക്സ് പേഴ്സൺ ഡാനിയൽ ഹാഗിരി പറഞ്ഞത്. അത് ഒരു തരത്തിലൊരു തെറ്റിദ്ധാരണയും ഒരു വ്യാജ പ്രചരണം പോലെയാണ്. ഇപ്പം ഞങ്ങൾ അടിക്കും. പക്ഷേ ടൈം നോക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. എസ്കെയിൻ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇസ്രായേലിൻ്റെ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. കനത്ത ജാഗ്രതയാണ് ഇറാനിൽ. അവരുടെ ആണവ നിലയങ്ങൾക്ക് ചുറ്റും വൻ നിരീക്ഷണം ആയിട്ട് കനത്ത കാവലുണ്ട്. അത്യാധുനിക റോക്കറ്റുകളും മിസൈലുകളും വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു. ഇറാൻ്റെ വിമാനങ്ങളൊന്നും പറക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏത് വിമാനം, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ വരുന്നൊരവസ്ഥ ഉണ്ടായാൽ വെടിവെച്ചിടാനായിട്ടുള്ള വലിയ നിരീക്ഷണത്തിലാണ് ഇറാൻ എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. SKN എന്തായാലും ഇറാൻ വെൽ ഗാർഡഡ് ആയിട്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രത്യാക്രമണം ഉടൻ ഉണ്ടാവും. അതിലെ ആദ്യ ആക്രമണം എന്തായാലും അണ്വായുധ കേന്ദ്രങ്ങൾക്ക് നേരെയായിരിക്കുമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. കാരണം നേരത്തെയും ഇങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ പ്രിസൈസായിട്ട് പോയിന്റഡ് അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ SKN ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആക്രമണത്തിലെ വ്യത്യാസം കഴിഞ്ഞ ഒരു വർഷത്തെ കഥയെടുത്താൽ ഇസ്രായേലിൻ്റെ എല്ലാം കാൽക്കുലേറ്റഡ് കൃത്യമായി കുറിക്കുകൊള്ളുന്ന ആക്രമണമാണ്. ഗസയിലാണെങ്കിൽ ഹമാസിൻ്റെ തലവനെ കൊലപ്പെടുത്തിയതടക്കം, ടെഹ്റാനിൽ പോയി കൊലപ്പെടുത്തിയതടക്കം കൃത്യമാണ് അത്. എന്ന് മാത്രമല്ല, ഹെസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളിയെ കൊലപ്പെടുത്തിയത്, ആ ബങ്കർ ബോംബിട്ടതിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 20 വർഷമായി ഹസൻ നസ്രുള്ളയും ഹെസ്ബുള്ളയുടെ കമാൻഡർമാരെ കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ. അവർ സിറിയയിൽ 2012 യുദ്ധത്തിന് പോയപ്പോൾ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ഒരുപാട് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അന്നാണ് ഹെസ്ബുള്ളയുടെ സീക്രട്ട് ആർമിയുടെ രഹസ്യങ്ങൾ ഇസ്രായേൽ കൂടുതലായിട്ട് കണ്ടുപിടിച്ചത്. അത് ഫോളോ അപ്പ് ചെയ്ത് 20 വർഷത്തെ റിസർച്ചാണ് അവരിപ്പോൾ അടിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, 60 അടി താഴ്ചയിലുള്ള ബങ്കറിൽ ഇരുന്നാണ് ഈ ഹെസ്ബുള്ളയുടെ ഹൈക്കമാൻഡ് യോഗം ഹെസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനെ ബേസ്റ്റ് ചെയ്യുന്ന ബോംബ് എന്ന് പറയുന്നത് 60 അടി താഴെയിലേക്ക്, ഒറ്റ ബോംബ് കൊണ്ട് 60 അടി താഴെ എത്തില്ല. അതുകൊണ്ട് 80 ടൺ ഭാരമുള്ള പല ബോംബുകളായി കെട്ടിടങ്ങൾ തകർത്ത് വീണ്ടും അതേ സ്പോട്ടിൽ തന്നെ ബോംബ് ചെയ്ത് പലതരത്തിലാണ് ഹസൻ നസ്രുള്ള എന്ന ഇസ്രായേൽ തേടിക്കൊണ്ടിരുന്ന, കഴിഞ്ഞ 32 വർഷമായി അവർ തേടിക്കൊണ്ടിരുന്ന നേതാവിനെ അവർ കൊലപ്പെടുത്തിയത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടെടുക്കുമ്പോൾ അതിന് വലിയ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ ബസ്റ്റർ ബോംബ് പൊട്ടി അതിൻ്റെ ആഘാതത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ മുറിവുകൾ പറ്റിയിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് SKN ലെബനനിൽ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തുന്നുണ്ട്. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. SKN ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയ ദിവസത്തിൻ്റെ തലേ ദിവസം റഷ്യൻ പ്രധാനമന്ത്രി ഇറാനിലെത്തി എന്നുള്ള കാര്യം നമ്മൾ അടിവരയിട്ട് വായിക്കണം. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്കൻ യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിത്തുടങ്ങി എന്ന വാർത്ത വരുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന പശ്ചിമേഷ്യ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. പി ജെയിംസ് വീണ്ടും ചേരുന്നു. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ജെയിംസ്. താങ്ക് യു SKN. ആരാണ് ജെയിംസ് ഈ കനുകൂലു, മനസ്സിലായോ? ഈ കനുകൂലു വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇനി കനുകൂലിന്റെ കാര്യം പറയരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല, കേരള രാഷ്ട്രീയം അതൊരു വഴിക്ക് മറിയുമ്പോൾ ലോക രാഷ്ട്രീയ SKN കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. കേരളത്തിൽ അതൊക്കെ ചർച്ച നടക്കണം. കാരണം നമ്മളെയും കൂടി ബാധിക്കുന്നതാണ്. അടുത്ത 2-3 ആഴ്ചക്കുള്ളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടും. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. എന്ന് മാത്രമല്ല, ഇറാനിലും ഇസ്രായേലിലും കഴിയുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്തായാലും SKN റഷ്യയുടെ പ്രധാനമന്ത്രി മിഖായേൽ മിഷ്മുഷിൻ അദ്ദേഹം ഇറാനിൽ തിങ്കളാഴ്ച എത്തി.
തിങ്കളാഴ്ച എത്തി. ഇന്നലെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ കണ്ടു. അതിൻ്റെ തൊട്ടു പിറകെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് 200 റോക്കറ്റുകൾ അയച്ചത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്, രാഷ്ട്രീയ പ്രാധാന്യം നോക്കുമ്പോൾ SKN റഷ്യയുടെ കൂടി അറിവോടെയാണ് ഇറാൻ ഈ അടി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ക്യാൻവാസിൽ ഈ സംഭവങ്ങളെ കാണേണ്ടി വരും. ഒരു ഭാഗത്ത് എന്തുകൊണ്ട് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ, കമല ഹാരിസ് എല്ലാവരും രംഗത്ത് വരുന്നു. അവരുടെ യുദ്ധക്കപ്പലുകൾ വരുന്നു, വിമാനവാഹിനി കപ്പലുകൾ വരുന്നു, 40,000 സൈന്യം അലേർട്ടാവുന്നു. കാരണം ഇറാന്റെ പിന്നിൽ റഷ്യയുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുക. കാരണം ഇപ്പം അടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ റഷ്യയുടെ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിൻ്റെ നിർദ്ദേശപ്രകാരം മിഖായിൽ അദ്ദേഹം എത്തി, തിങ്കളാഴ്ച എത്തി, ചൊവ്വാഴ്ച രാത്രി അടി നടന്നിരിക്കുന്നു. അതും ഇറാന്റെ പ്രസിഡന്റിനെ കണ്ടതിന് പിന്നാലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലെ സംഭവ വികാസങ്ങൾക്ക് ഒരു റഷ്യൻ ടോൺ കൈവന്നിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇനി മിസൈൽ അയച്ചാൽ എവിടെയാണെങ്കിലും വെടിവെച്ചിടും. ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ 200 മിസൈലുകൾ അയച്ചതിൽ ഭൂരിപക്ഷവും അയൺ ഡോമിലും അമേരിക്കയുടെ മറ്റു സുരക്ഷാ മിസൈൽ വേദക സംവിധാനത്തിലും തട്ടി തകർന്നുവെന്നാണ്. അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്, അത് തുറന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. മിസൈലുകൾ വെടിവെച്ചിട്ടതിൽ അമേരിക്ക ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം ഇസ്രായേലിൻ്റെ തീരത്ത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുണ്ട്. അതിൽ നിന്ന് മിസൈൽ വേദക സംവിധാനങ്ങൾ ഉപയോഗിച്ചത് തടഞ്ഞിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ കുറച്ച് മിസൈലുകൾ മാത്രമേ ഇസ്രായേൽ പതിച്ചിട്ടുള്ളൂ. വലിയ ഒരു ആൾനാശങ്ങളോ വലിയ കനത്ത നാശങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നിലത്ത് പതിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. SKN അതിനിടയിൽ ഇറാന്റെ പ്രസിഡന്റ് ഈ യുദ്ധത്തിൻ്റെ നടുവിൽ അദ്ദേഹം ഖത്തറിൽ സന്ദർശിക്കുന്നുവെന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം കൂടി നടക്കുന്നുണ്ട്. ഖത്തറിൻ്റെ അമീർ ഷെയ്ഖ് അൽ അൽത്താനി അദ്ദേഹത്തെ സ്വീകരിക്കും. അവിടെ ഏഷ്യൻ കോർപ്പറേഷൻ്റെ മീറ്റിങ്ങിലാണ് പങ്കെടുക്കാൻ പോകുന്നതെങ്കിലും ഖത്തറിന് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഗൾഫ് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ട്. നേരത്തെ സൗദി അറേബ്യ അലങ്കരിച്ചിരുന്ന അമേരിക്കൻ ബന്ധം ഒരേ സമയത്ത് അമേരിക്കയുമായും താലിബാനുമായും അതുപോലെ തന്നെ ഇറാനുമായും മറ്റ് രാജ്യങ്ങളായിട്ടൊക്കെ കൃത്യമായൊരു മീഡിയേറ്റർ ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് ഖത്തർ. ചെറിയ രാജ്യം ആണെങ്കിലും ഖത്തറിലേക്കാണ് ഇറാൻ്റെ പ്രസിഡന്റ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ അടിക്കുമെന്ന് ഉറപ്പായിരിക്കെ ഇനി പോകുമോ ഇല്ലേ എന്നുള്ളത് ഇന്ന് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ വലിയ സ്വീകരണം ഒരുക്കുന്നുണ്ട്. എന്തായാലും ഖത്തറുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഖത്തർ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുകയാണ്. ഗസ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഖത്തറും ഈജിപ്തും അമേരിക്കയും ചേർന്നാണ് ചർച്ച നടത്തിയത്. ഇസ്രായേൽ സമ്മതിച്ചില്ല. ഇതിനിടയിൽ തന്നെ ബെയ്റൂട്ടിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നുണ്ട് SKN. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ റഷ്യ നേരിട്ട് ഇറാന് പിന്തുണയുമായി രംഗത്തുണ്ട്. ചൈനയുടെ പിന്തുണയുണ്ട്. അമേരിക്ക ഇവിടെ വന്നിരിക്കുന്നു. ലോക രാഷ്ട്രീയം ഒരു തരത്തിൽ മാറി മറിയുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. SKN.